ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു നാടൻ പലഹാരമായിട്ടുള്ള അവലോസ് പൊടി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അവലോസ് പൊടി അല്ലെങ്കിൽ പൂരം വറുത്തത്, പൂരപ്പൊടി എന്നൊക്കെ പറയാറുണ്ട്. പണ്ട് തൊട്ടേ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അവലോസ് പൊടിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ചരി നമ്മളിപ്പോൾ ചെറിയൊരളവിലാണ് കാണിക്കുന്നുള്ളൂ. ഇനി അരി നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു 4 മണിക്കൂർ അത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം അരി നന്നായി കഴുകി അതിൽ വെള്ളം കൂറ്റി കളഞ്ഞിട്ട് അരിയിലെ വെള്ളം നനവ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലിലോ ഇട്ട് വയ്ക്കാം. എന്നിട്ട് അതിലെ വെള്ളം നനവ് മാറിക്കഴിയുമ്പോൾ നമുക്കതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അരി 2 ബാച്ചായിട്ടാണ് കേട്ടോ നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ അത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവലോസ് പൊടിക്ക് വേണ്ടിയിട്ടുള്ള പൊടി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിയരുത്, ചെറുതായിട്ട് തരികൾ ഉണ്ടാവണം. ഏകദേശം നമ്മൾ പുട്ടിന് വേണ്ടിയിട്ടൊക്കെ പൊടിക്കുന്ന രീതിയിൽ ഇതുപോലെ ചെറുതായിട്ടൊരു തരികളോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം. ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയിലേക്ക് ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ അതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാളികേരമാണ്. 2 കപ്പ് നാളികേരം. 2 കപ്പ് അരിക്ക് 2 കപ്പ് നാളികേരം, ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം, നല്ല ജീരകം. ഒരു 1.5 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ, കറുത്ത എള്ള്. ചില സ്ഥലങ്ങളിലൊക്കെ കരിഞ്ജീരകത്തിന് പകരം എള്ളാണ് ചേർക്കാറ്. എള്ളും കരിഞ്ജീരകം രണ്ടും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ കരിഞ്ജീരകം മാത്രമാണ് ചേർക്കണുള്ളൂ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അപ്പോൾ ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അവലോസ് പൊടിയിൽ ചില സ്ഥലങ്ങളിലൊന്നും ഉള്ളി ചേർക്കാറില്ല. നാളികേരത്തിൻ്റെ കൂടെ ആ ജീരകവും കരിഞ്ജീരകവും എള്ളും അതൊക്കെ തന്നെയാണ് ചേർക്കാറുള്ളൂ. അപ്പോൾ ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ജീരകത്തിൻ്റെയും അതുപോലെ കരിഞ്ജീരകത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ അരിപ്പൊടിയിൽ നന്നായിട്ട് പിടിക്കണം. ആ രീതിയിൽ നല്ലോണം തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ നാളികേരത്തിന് നനവ് ഉണ്ടാവുമല്ലോ, ആ ഒരു നനവ് തന്നെ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെക്കുകയാണ്. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ അരിപ്പൊടിയിലേക്ക് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം. വറുക്കാൻ ഉരുളി കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ആദ്യം ആ പൊടി നന്നായിട്ടൊന്ന് ചൂടാകുന്നത് വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടി ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരണം. ഇതായി വരാൻ കുറച്ച് സമയം എടുക്കും. കൈ എടുക്കാതെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരിപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് ആ പൊടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരു 1/2 മണിക്കൂറൊക്കെ ആകുമ്പോൾ ആ പൊടിയുടെ കളറൊക്കെ അതുപോലെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. വറുത്ത് പാകമായി കഴിഞ്ഞാൽ പൊടി നല്ല ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. വറുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. 50 മിനിറ്റ് സമയമാണ് എടുത്തത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂട് തന്നെ ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ടൊന്നും അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ പാൻ്റെ ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാലും മതി. ഇത് വറുത്തെടുക്കാനുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 2 കപ്പ് അരി വെച്ചിട്ട് നമുക്ക് 3 കപ്പ് അവലോസ് പൊടിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഏകദേശം 1/2 കിലോ ഉണ്ടാവും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കി വെച്ചാൽ മതി.
കുറച്ച് കൂടുതൽ അളവിലൊക്കെ വറുത്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസമൊക്കെ നമുക്കിത് കഴിക്കാം. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ടോ അല്ലെങ്കിൽ പഴത്തിൻ്റെ കൂടെയൊക്കെയും കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്